സത്യം പറയണം കേട്ടോ, നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് ഇതാണെന്ന് കരുതിയിരിക്കണോ? എടാ നിനക്കൊന്ന് നിലവിളിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിളിക്കണമെങ്കിൽ കഴുത്തിന് കുത്തിന് പിടിച്ചത് വിട്ടാലല്ലേ നിലവിളിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു ഇന്നത്തെ ഫ്രാൻസിന്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് ഇന്ന് കളി കാണുന്ന ആരും, അതായത് ജഡ്ജ്മെന്റ് കംപ്ലീറ്റ് 3-1 ഫ്രാൻസ് ജയിക്കും, 2-1 ജയിക്കും, 1-0 ഫ്രാൻസ് ജയിക്കും. എല്ലാവരും ഫ്രാൻസ് ഫ്രാൻസ് ഫ്രാൻസ്. അത് ഫ്രാൻസിന്റെ ഇതുവരെയുള്ള കളി കണ്ടിട്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്പെയിന് പുറത്തെടുത്തൊരു തന്ത്രം ഉണ്ടല്ലോ, ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ബോള് കയ്യിൽ വെക്കുക. അതൊരു പണ്ടും ചീനാണ്. പക്ഷെ ഫ്രാൻസിന്റെ കാലിൽ പന്ത് വെക്കുമ്പോ സെക്കൻഡ് ബോള് ഒരൊറ്റ അറ്റാക്കിങ്ങിൽ പന്തെടുക്കുക. അവരെ ശരിക്ക് വരിഞ്ഞ് മുറുക്കി എന്ന് പറഞ്ഞാൽ മതി. അവരെ കളിക്കാൻ തന്നെ വിട്ടിട്ടില്ല. ഇങ്ങനൊരു മത്സരമാണ് എന്ന് നമ്മൾ കളി കാണുന്ന ഒരാൾ എന്റെ മനസ്സിലുണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇത് എവിടെയൊക്കെ കമന്റ് ബോക്സ് ഉണ്ട് അവിടെയൊക്കെ ഇതന്നെ കാണുന്നത്. കാരണം ഇന്നലെ വരെ കണ്ട ഫ്രാൻസ് ആണെങ്കിൽ ഫ്രാൻസിന്റെ നിഴല് മാത്രമാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. ഫ്രാൻസിന്റെ ആരാധകർ ഒരിക്കലും സങ്കടപ്പെടണം. ഞാൻ പറഞ്ഞ പോലെ പോർച്ചുഗല് പുറത്തായ സമയത്ത് എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അത് ഇനി ക്രിസ്ത്യാനോക്ക് കളിക്കാൻ പറ്റണില്ല എന്ന് വരുത്തിയിട്ട്. പക്ഷെ കളി തോറ്റിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കളിച്ച് തോറ്റതാണെങ്കിൽ നമുക്ക് സങ്കടപ്പെടാം. അപ്പൊ ജപ്പാന് തോക്കുന്ന സമയത്ത് അവര് കളിച്ച് തോറ്റിട്ട് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. കേപ്പ് വെർദെ തോറ്റ സമയത്ത് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ പല ടീമുകൾ ഇവിടെ പുറത്താകുമ്പോൾ കളിച്ച് തോക്കുന്ന ടീമുകൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ സങ്കടപ്പെടാനുണ്ടായിരുന്നു. ഫ്രാൻസിന്റെ ആരാധകർ ഒരിക്കലും സങ്കടപ്പെടാം. ഫ്രാൻസിന്റെ സ്റ്റേഡിയത്തിൽ ഫ്രാൻസിന്റെ ആരാധകരെ കാണിക്കുമ്പോഴും അവരെ ഉള്ളില് ആ സങ്കടം ഇങ്ങനെയുണ്ട്, ഇനി ഫ്രാൻസിനെ കാണാൻ പറ്റില്ലെന്ന്. പക്ഷെ ഇന്നത്തെ കളി കൊണ്ട് അവരല്ല ലോകത്തിലുള്ള ഒരാരാധകനും, ഫുട്ബോൾ സ്നേഹിക്കുന്ന ഒരാരാധകനും ഫ്രാൻസിന്റെ കളി തൃപ്തരല്ല. കാരണം സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫൈനലിനേക്കാളും നല്ലൊരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ലാമിൻ യമാലും എംബാപ്പയും ഒരുമിച്ച് കണ്ടുമുട്ടിയ 6 മേജർ ടൂർണമെന്റുകളിൽ 6ലും ലാമിൻ യമാലിനാണ് ഇതുവരെ കപ്പ് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇന്നും അതന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ എംബാപ്പെ സെമിയില് മേജർ ടൂർണമെന്റ് സെമികളിൽ എംബാപ്പയ്ക്ക് ഗോളടിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ ആ ചടങ്ങും ഇന്ന് അതുപോലെ തന്നെ നടന്നു. എന്തൊക്കെയാണെങ്കിലും അക്ഷരാർത്ഥത്തില് സ്പെയിൻ ടീമിന്റെ ഡിഫൻഡേഴ്സും ടോട്ടലി 11 പേരും ഇതുവരെ ഈ ടൂർണമെന്റിൽ 5 മത്സരങ്ങൾ കടന്നു പോകുമ്പോൾ ഒരൊറ്റ ഗോളാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കാം. ഇത്ര വലിയൊരു ടീം ഒരു ഗോള് മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ. ആ ടീമിനെ എന്തായാലും ഫൈനലിൽ പേടിക്കണം. നിങ്ങൾ ഇന്ന് ഈ റിസൾട്ട് ആണോ ആഗ്രഹിച്ചതെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചിട്ട് പോ.